2 ദിവസം മുമ്പ് നിങ്ങൾ കണ്ടൊരു വാർത്തയാണ്. ഒരെണ്ണം തിന്നാവെന്ന് ചോദിച്ചു. കാരണം അതിന്റെ മുതലാളിയാണ് നിൽക്കുന്നത്. സാറേ, ഇത് കൊടുക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് കൊടുക്കുന്നത്. എത്രയോ മലയാളികൾ തിന്നുന്ന, കുഞ്ഞുങ്ങൾ തിന്നുന്നത്. കൊല്ലത്ത് റോഡരികിൽ പലഹാരക്കടയിൽ പ്ലാസ്റ്റിക് കവർ ഉരുക്കി ചേർത്ത എണ്ണ പിടികൂടി എന്നുള്ളൊരവസ്ഥ. ഇത് ശരിക്കും കേൾക്കുമ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. വലിയ ആരോഗ്യ പ്രശ്നമൊന്നും തോന്നാറില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ശരിക്കും മരണമാവുന്ന തരത്തിലുള്ള അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ പലഹാരക്കടയിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം ഇത്തരത്തിൽ ഈ പ്ലാസ്റ്റിക് ഉരുക്കി എണ്ണ ഉപയോഗിക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉരുക്കി ചേർത്ത് ഉപയോഗിച്ച എണ്ണ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നമാണ് നമുക്കുണ്ടാവുന്നത്. ഇപ്പോൾ കൊല്ലത്ത് ചില പലഹാരക്കടയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തിയപ്പോൾ അവിടെ വെച്ച് അവർ കണ്ടത് ഈ പ്ലാസ്റ്റിക് കവർ ഉരുക്കിയതിന് ശേഷം അവർ എണ്ണയോട് ചേർത്ത് അതിനോടൊപ്പം ആഹാരം കുക്ക് ചെയ്യുന്നതായിട്ടാണ്. പിന്നെ അതുപോലെ അവിടെയുള്ള തൊഴിലാളികൾക്കൊന്നും ആരോഗ്യ കാർഡില്ല. വൃത്തിഹീനമായിട്ടുള്ള അടുക്കളയാണ് അവർ കണ്ടെത്തിയത്. ഇപ്പോൾ കച്ചവടം റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും മറ്റുമാണ് ഈ ഇവിടെ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ വിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട ഈ വട, അതുപോലെ ബോണ്ട, ഏത്തയ്ക്കാപ്പമൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. ഇതെല്ലാം വിഷം നിറച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പ് വരുത്തണം പ്ലാസ്റ്റിക് കവർ പോലുള്ള സാധനങ്ങൾ ഉരുക്കി ചേർക്കാത്ത രീതിയിലുള്ള എണ്ണയാണോ ഉപയോഗിക്കുന്നുള്ളത്. കാരണം അത് വളരെ ചിലവ് കുറവാണ്. പ്ലാസ്റ്റിക് ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറേ നേരം കുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് എന്താണ് ശരീരത്തിനുണ്ടാക്കുന്ന പ്രശ്നമെന്ന് ഞാൻ പറയാം. ഈ പ്ലാസ്റ്റിക് ഉരുക്കുമ്പോൾ ഇതിൽ നിന്ന് പുറപ്പെടുന്ന ഡേഞ്ചറസ് സാധനം ഡയോക്സിൻ എന്നുള്ളൊരു സാധനം നമ്മുടെ ആഹാരത്തിലോട്ട് കയറാം. ഫ്ലൂറാൻ, BPA, ഫോർമാൽഡിഹൈഡ്, ഇത്തരത്തിലുള്ള ഈ കെമിക്കൽസാണ് നമ്മുടെ ആഹാരത്തിലോട്ട് കയറുന്നത്. അപ്പോൾ നമുക്ക് ശ്വാസകോശ പ്രോബ്ലം ഉണ്ടാവാം, വൃക്ക തകരാറുണ്ടാവാം, അതുപോലെ കരൾ രോഗം ഉണ്ടാവാം, അർബുദം ഉണ്ടാവാം. അതാണ് ഏറ്റവും പ്രശ്നം. ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ സ്ത്രീകളിലും അതുപോലെ പുരുഷന്മാരിലും ഹോർമോൺ വ്യതിയാനങ്ങളുണ്ടാവും. തൈറോയ്ഡ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഗർഭിണിയായിട്ടുള്ള അമ്മമാരാണ് ഇത് കഴിക്കുന്നതെങ്കിൽ അവർക്ക് കുഞ്ഞിന് വരെ പ്രശ്നം ഉണ്ടാകും. അത് ജനന വൈകല്യവും മറ്റ് ബുദ്ധിമുട്ടും ഉണ്ടാകും. പിന്നെ അതുപോലെ ബന്ധിത ഉണ്ടാവും. ഈ ഹോർമോണൽ ഇംബാലൻസ് വളരെയധികം കൂടുതലാണ് പ്ലാസ്റ്റിക് നമ്മുടെ ആഹാരത്തിൽ കലർന്നു കഴിഞ്ഞാൽ ഈ എൻഡോക്രൈൻ പ്രോബ്ലം, തൈറോയ്ഡ് പ്രോബ്ലം, അഡ്രിനൽ ഗ്ലാൻഡിന് പ്രോബ്ലം, അതുപോലെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് പ്രോബ്ലം. അഡ്രിനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ മുകളിലുള്ള ഒരു ഗ്ലാൻഡാണ്. ഇതെല്ലാം ഹോർമോൺസ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ പുരുഷന്മാരിൽ ശരിക്കും സ്പേമിൻ്റെ ആ ഒരു അളവ് കുറയും, അതിന് ഗുണമേന്മ കുറയും, ഈ ജനിക്കുന്ന കുട്ടികൾക്ക് പല വൈകല്യങ്ങളുണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ചെറിയ ലാഭത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഈ എണ്ണയിൽ ഇത് കലർത്തുന്നത്. ഇത് കൂടാതെ നമ്മൾ ചെയ്യുന്ന വേറൊരു വലിയൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വീണ്ടും വീണ്ടും ചൂടാക്കുന്ന എണ്ണ. അതും മിക്ക കടകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് വീടുകളിലും പല ആളുകളും അതുപോലെ പലഹാര കടകളിലും കാണുന്ന ഒരു വലിയൊരു തെറ്റാണിത്. കാരണം എണ്ണ കുറവായതുകൊണ്ട് അല്ലെങ്കിൽ പണം ലാഭിക്കാൻ വേണ്ടി രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ ഇവർ ചൂടാക്കും. ഒരു മാസം ഉപയോഗിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. എന്ത് പറ്റും? ട്രാൻസ് ഫാറ്റ് വർദ്ധിക്കും. അത് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കൊളസ്ട്രോൾ വളരെ വേഗത്തിൽ കൂടും. അതുപോലെ അക്രിലമൈഡ് എന്നുള്ളൊരു സാധനം ഉണ്ടാകുകയും അത് ക്യാൻസർ വരെ ഉണ്ടാക്കാം നമ്മുടെ ശരീരത്തിൽ. പിന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ശരീരത്തിൽ പല കോശങ്ങളിലും നീർക്കെട്ടുണ്ടാവാം, അത് നശിച്ചു പോവാം, പ്രമേഹം ഉണ്ടാവാം, അൾസർ ഉണ്ടാവാം, ലിവറിന് ഹെപ്പറ്റൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഈ ചൂടാക്കിയ എണ്ണ വീണ്ടും 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 ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് തന്നെയാണ്. അപ്പോൾ കളറ് മാറ്റമുണ്ട്. കറുപ്പ് കളറിലുള്ള എണ്ണ കൊണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഈ സാഹചര്യത്തിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പ് വരുത്തണം ഇത്തരത്തിൽ ആ ഒരു പാചകം ചെയ്യുന്ന എണ്ണ ശുദ്ധമായിട്ടുള്ള എണ്ണയാണോ എന്ന് നോക്കണം. ഹെൽത്ത് ലൈസൻസ് അവർക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അടുക്കള വൃത്തിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അടുക്കള കാണുന്ന മിക്ക ഹോട്ടലുകളും ഇപ്പോൾ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് കവർ പോലുള്ള ഉപയോഗിക്കുന്ന ഒരു സംശയം തോന്നിയ, പ്രത്യേകിച്ചും ഭക്ഷണം ഈ എണ്ണയിലൊക്കെ മറ്റും ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉപയോഗിക്കരുത്. ഈ പ്ലാസ്റ്റിക് കത്തിച്ചിട്ടുള്ള എണ്ണയാണെങ്കിൽ അതിന് ചെറിയ മണത്തിന് വ്യത്യാസം വരും, സ്വാദിന് വ്യത്യാസം വരും, അതുപോലെ കറുത്ത കളറിലൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുടെ ഈ സ്കൂളുകളിലും മറ്റും ഇത്തരത്തിലുള്ള വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ അതിന് ചുറ്റുമൊക്കെ വിൽക്കും. അവർക്ക് സ്കൂൾ കുട്ടികൾക്ക് 30 രൂപ 20 രൂപയൊക്കെ അവരുടെ കയ്യിൽ കാണുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? വളരെ ചീപ്പായിട്ട് വളരെ കളറുകളൊക്കെ ചേർത്തിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ഈ സ്കൂളുകളുടെ ചുറ്റിനും ചെയ്യും. അതൊരു കാരണവശാലും ചെയ്യരുത്. പാചകത്തിന് നമ്മൾ നല്ല എണ്ണ ഉപയോഗിക്കുക. അതായത് നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. ഒത്തിരി നേരം ഇട്ട് കരിച്ച് പൊരിച്ച സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കോക്കനട്ട് ഓയിൽ ഒരു അമിതമല്ലാത്ത അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഒരു എണ്ണ തന്നെയാണ് കോക്കനട്ട് ഓയിൽ. പിന്നെ അതുപോലെ കുട്ടികൾക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒത്തിരി കളർ ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ, ഒത്തിരി പൊരിച്ച സാധനങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമാണെന്ന് കരുതി ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കരുത്. അവരുടെ ആരോഗ്യം നമ്മൾ നശിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രശ്നം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പ്രശ്നമല്ല, നമ്മുടെ സമൂഹത്തിന് തന്നെയുള്ള ഒരു ആപത്താണ്. ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കൂടുതൽ ഇത്തരത്തിലുള്ള
പരിശോധനകൾ നടത്തണം. വളരെ കർശനമായ ഒരു ഇതെടുക്കണം, തീരുമാനങ്ങളും അതുപോലെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതുപോലെ വളരെ കർശനമായുള്ള നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്യുക. ഇത്തരം ഭക്ഷണ കച്ചവടക്കാരെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ ആക്ച്വലി ലൈസൻസ് റദ്ദാക്കുകയും അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുകയും ചെയ്യുക. അങ്ങനെയൊക്കെ മാത്രമേ നമുക്കിത് നിർത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരത്തിൽ സംശയം തോന്നുവാണെങ്കിൽ നമ്മൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ കരിഞ്ഞ സാധനം, ഇതുപോലെ മണം വ്യത്യാസമുണ്ട്, ഒരു സ്വാദ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണടയ്ക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ എടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളൊരു കഷ്ണം വട കഴിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു സ്വാദും മണമൊക്കെ കേൾക്കുമ്പം ഇങ്ങനെ വിഷമുള്ള സാധനമായിരിക്കും വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. ഒരു പുതിയ തലമുറയുടെ ആരോഗ്യത്തിനായിട്ടാണ് നമ്മളിതെല്ലാം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.